എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഒരുപാട് പേര് ചേർന്ന് ടോഡ്രോക്കിക്ക് നേരെ ഒരുപാട് നെട്ടുകള് ഇപ്പൊ വലിച്ചെറിയും. അവന്റെ ഫയർ പവറിന് നെട്ടുകളെ ഉരുക്കാനായിട്ട് കഴിയില്ല. ഉടനെ ടോഡ്രോക്കി ആ നെറ്റ് ക്രിയേറ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനെ അവന്റെ ഫയർ പവർ വെച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അവരെല്ലാവരും ചേർന്ന് വാട്ടർ പവർ, നെറ്റ് പവർ, റോക്ക് പവർ ഇത് മൂന്നും ഉപയോഗിച്ച് ഇപ്പൊ ടോഡ്രോക്കിയെ കൗണ്ടർ അറ്റാക്ക് ചെയ്യും. അപ്പൊ ടോഡ്രോക്കിക്ക് മനസ്സിലാവും ഡയറക്റ്റ് ഫൈറ്റ് ചെയ്താ ഒരിക്കലും ജയിക്കാനായിട്ട് കഴിയില്ല. ഉടനെ ടോഡ്രോക്കി അവിടെ മുഴുവൻ ഓടി നടന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അവന്റെ ഫയർ പവർ ഉപയോഗിച്ച് ഒരുപാട് പേരെ അവൻ അടിച്ച് താഴെയിടും. താഴെ വീഴുന്നവരെ അവന്റെ ഐസ് പവർ ഉപയോഗിച്ച് കൈയും കാലും ഒരുപോലെ ലോക്ക് ചെയ്യും. അങ്ങനെ ഒരു അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ ടോഡ്രോക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഇപ്പൊ സിമ്പിൾ ആയിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അവനൊരു സോറി പറഞ്ഞ് അവന്റെ ബോൾ ഉപയോഗിച്ച് അവരുടെ എല്ലാവരുടെയും ബോളുകള് ഇപ്പൊ തല്ലി തകർക്കും. അങ്ങനെ ഒരു വിധത്തില് ഇപ്പൊ ടോഡ്രോക്കി ആള് പാസ്സായി. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഒരു കൂട്ടം കാൻഡിഡേറ്റ്സ് അവര് പാസ്സാവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ബോളുകൾ അറഞ്ചം പുറഞ്ചം ഇപ്പൊ വലിച്ചെറിഞ്ഞുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത ഇപ്പൊ ഒരു ബിൽഡിംഗ് കാണിക്കും. അവിടെ സായ് എന്ന് പേരുള്ള ഒരു പെണ്ണ്, അവളുടെ അസിസ്റ്റന്റ് പറയും സ്കൂളിലെ ചില കുട്ടികള് ബിൽഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പൊ സായ് അവരാരൊക്കെയാണെന്ന് ചോദിക്കുമ്പോ അവൾ ഓരോരുത്തരുടെ പേര് ഇപ്പൊ എടുത്തു പറയും. സോജി, പ്രൊഫി, മോമോ, ജീറോ ഇവരിത്രയും പേരാണ് അവിടേക്ക് എത്തിയത്. അപ്പൊ അവള് ഇപ്പൊ കാര്യമായിട്ട് എന്തൊക്കെയോ കാൽക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങും. ആക്ച്വലി ഇവളുടെ പവർ അത് ഫോർമുലയാണ്. അവൾ ഉടനെ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ സ്കെച്ചിടും. കട്ട് ചെയ്ത ടോഡ്രോക്കി അവൻ ആ ബാറ്റിൽ ജയിച്ച് ഇപ്പൊ റെസ്റ്റ് റൂമിലേക്ക് വരും. അപ്പൊ ജയിച്ച ഒരുപാട് കാൻഡിഡേറ്റ്സിനെ അവൻ അവിടെ വെച്ച് കാണും. മാത്രമല്ല അവനെ സല്യൂട്ട് ചെയ്ത് കളിയാക്കിയ ആ ഒരു ബ്രഹ്മാണ്ഡ കാൻഡിഡേറ്റ് അവനിപ്പോ ടോഡ്രോക്കിയെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മോമോ പെണ്ണ് നമ്മുടെ ബാക്കി സ്റ്റുഡൻസിനെ അവിടെ മുഴുവൻ അന്വേഷിക്കും. അപ്പൊ ജിറോ പറയും നമ്മളെ തേടി 6 പേര് ഇവിടേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മള് വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അപ്പൊ അതേ സമയത്ത് ആ സായ് പെണ്ണ് അവളൊരു ടേപ്പ് ഓൺ ചെയ്യും. എന്നിട്ട് അതിന്റെ സൗണ്ട് കൂട്ടി കൂട്ടി കൊണ്ടുവരും. ജിറോയ്ക്കാണെങ്കിൽ ആ ഒരു സൗണ്ട് അത് സഹിക്കാൻ കഴിയില്ല. അവള് നോ എന്ന് പറഞ്ഞ് അലറിക്കാറും. അപ്പൊ ലോങ് ഷോട്ടില് സായും അവളുടെ ടീമും അവരിപ്പോ സ്ലോ മോഷനില് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് നടന്നു വരും. എന്നിട്ട് ബോൾ വെച്ച് നമ്മുടെ ആൾക്കാർക്ക് നേരെ ഇപ്പൊ വലിച്ചെറിയും. നമ്മുടെ ആൾക്കാർ പേടിച്ച് വരച്ച് ഇപ്പൊ ഓരോ മൂലയ്ക്ക് പോയി ഒളിച്ചിരിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അവരെ ആരാണ് അറ്റാക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവരെ അറ്റാക്ക് ചെയ്യുന്നത് എന്നൊന്നും മനസ്സിലാവില്ല. ജീറോയ്ക്ക് കലി കയറും. എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞാൻ അവരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് സായിയേയും കൂട്ടരെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവൾ ഒറ്റയ്ക്ക് പുറത്തേക്ക് വരും. അവള് പുറത്തെത്തിയ ഉടനെ ഒരുപാട് ബോൾസ് വന്ന് അടിച്ച് അവളുടെ ബോധം പോയി ഇപ്പൊ താഴെ വീഴും. അപ്പൊ അതേസമയം റൂമില് ഇപ്പൊ മോമോയ്ക്ക് തണുപ്പ് കൂടി വരുന്നതായിട്ട് മനസ്സിലാവും. അപ്പൊ അവള് മുകളിലേക്ക് നോക്കും. അപ്പോഴായിരിക്കും കൂളിംഗ് ഗ്യാസ് അത് അൺകൺട്രോൾഡ് ആയിട്ട് അവരുടെ റൂമിലേക്ക് വരുന്നത് കാണാ. മാത്രമല്ല ആ റൂം ചുറ്റും ഇരുമ്പ് വാതിൽ വെച്ച് അവർ ലോക്ക് ചെയ്യും. അങ്ങനെ പതിയെ പതിയെ ആ റൂമിലെ എയർ സർക്കുലേഷൻ അത് മുഴുവനായിട്ടും കുറയും. മാത്രമല്ല ആ ഒരു കൂളിംഗ് ഗ്യാസ് അത് കൂടി വന്ന് ഇപ്പൊ പ്രോഫി അവള് തണുത്ത് വിറയ്ക്കാൻ തുടങ്ങും. മോമോ പെണ്ണ് അവള് കാര്യമായിട്ട് ആലോചിക്കും. ഫയർ യൂസ് ചെയ്ത മുകളിലെ പൈപ്പ് അത് ഓണായി വെള്ളം താഴേക്ക് വരും. മാത്രമല്ല ആ റൂം മുഴുവൻ അവർ ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒറ്റൊരു ഡോർ മാത്രമേ അവരുടെ മുന്നിലുള്ളൂ. ആ ഡോറിന് മുന്നിലാണ് സായും അവളുടെ സംഘവും അവരെല്ലാവരും ചേർന്ന് നമ്മുടെ ആൾക്കാരെ വെയിറ്റ് ചെയ്യുന്നത്. ജീറോയ്ക്ക് ബോധം വരും, പക്ഷെ അവളുടെ ഒരു ചെവി അതിപ്പോ കേൾക്കില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത പുറത്ത് സായും അവളുടെ ശിങ്കിടികളും അവരെല്ലാവരും ചേർന്ന് നമ്മുടെ ആൾക്കാർ പുറത്തു വരുന്നത് നോക്കി നിൽക്കുകയാണ്. സായ് പെണ്ണ് അവൾ കറക്റ്റായിട്ട് അവളുടെ ഫോർമുലയൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ ഇപ്പൊ നൈസായിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ്. അവളുടെ പ്രധാന ഹോബി ചായ കുടിയാണ്. അവൾ ചായ കുടിക്കും തോറും അവളുടെ ബുദ്ധി അത് കൂടിക്കൊണ്ടേയിരിക്കും. കട്ട് ചെയ്താ ഇവിടെ മോമോയ്ക്ക് മനസ്സിലാവും സായി അവൾ ഓരോരുത്തരെയും പ്രൊവോക്ക് ചെയ്ത് അവർക്ക് 8ന്റെ പണി കൊടുക്കും. അങ്ങനെ രണ്ടുപേരുടെ കാര്യത്തില് ഇപ്പൊ ഏകദേശം തീരുമാനമായി. സോ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടിയ അത് വലിയ അപകടമാണ്. നമ്മുടെ പെണ്ണ് അവൾ കൂലങ്കക്ഷമായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അപ്പം മോമോ ടോഡ്രോക്കിയും ഇസുക്ക് പയ്യനും കണ്ണാടി പയ്യനും അവര് 3 പേരും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പെട്ടാ എന്ത് ചിന്തിക്കും എന്നാലോചിക്കും. അപ്പൊ അവൾക്ക് ഒരു ബുദ്ധി വെളിച്ചമുണ്ടാവും. ആക്ച്വലി ഇതൊരു ബാറ്റിലാണെന്ന് കരുതുമ്പോഴാണ് സൊല്യൂഷൻ കിട്ടാത്തത്. അതിനു പകരം വില്ലന്മാരുടെ ഇടയിൽ നിന്ന് നമ്മുടെ ഫ്രണ്ട്സിനെ അവരെ രക്ഷിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ എന്നെ കൊണ്ട് ഉറപ്പായിട്ടും ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയും. മോമോ ഉടനെ കുറച്ച് ഹെഡ്സെറ്റ് ക്രിയേറ്റ് ചെയ്ത് അവളുടെ ഫ്രണ്ട്സിന് കൊടുക്കും. എന്നിട്ട് മറ്റെന്തോ ഒരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്ത്
അതവരുടെ എല്ലാവരുടെയും പുറത്ത് വെച്ച് കെട്ടും. പുറത്ത് സായിപ്പെണ്ണ് അവള് നമ്മുടെ ആൾക്കാർ ഇപ്പൊ വരുന്ന് കരുതി അങ്ങനെ കാത്തിരിക്കും. അപ്പൊ പെട്ടെന്ന് ഹൈ ഫ്രീക്വൻസിയിൽ എന്തോ ഒരു സൗണ്ട് പുറത്തേക്ക് വരും. അതിന്റെ പവർ താങ്ങാൻ കഴിയാതെ സായിയുടെ ഫ്രണ്ട്സ് അവരങ്ങനെ മയങ്ങി വീഴും. സായി ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ആ സൗണ്ടിനെ ടോളറേറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. നമ്മുടെ ആൾക്കാര് ചെവിയിൽ ഹെഡ്സെറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് ആ ഡോർ തുറന്ന് പുറത്തേക്ക് വരും. അപ്പൊ അവർ കാണും അവർക്ക് ചുറ്റും സായിയുടെ ചിങ്കിടികള് അവരങ്ങനെ ബോധം കെട്ട് വീണ് കിടക്കുന്നത്. ഇവിടെ സായി പെണ്ണ് അവൾക്ക് കലി കയറി മുരച്ച് നിൽക്കാണ്. വിടില്ല എന്ന് കാറി അലറി അവള് ബോളെടുത്ത് ഇപ്പൊ പൊറഞ്ചെറിയും. അതിന് മോമോ പെണ്ണ് ഇപ്പൊ അവളുടെ കൈ പിടിച്ച് തിരിച്ച് തറക്കി താഴെയിടും. പക്ഷെ അവൾ അടുത്ത കയ്യിൽ ബോളെടുത്ത് വീണ്ടും മോമോയുടെ വൈറ്റൽ സ്പോട്ടിൽ അടിക്കാൻ ആഞ്ഞ് കൈ വീശും. അപ്പൊ കറക്റ്റ് സമയത്ത് മോമോയുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി 4 പേരും ചേർന്ന് അവളുടെ മറ്റേ കൈയും ഇപ്പൊ പിടിച്ചു വെക്കും. അവരുടെ എല്ലാവരുടെയും മനസ്സില് ഇപ്പൊ ഇസുക്ക് പയ്യൻ പറഞ്ഞ അതേ വാക്കാണ്, ജീവൻ പോയാലും എന്റെ കോമ്പണന്റിനെ ഞാൻ വിട്ടു കൊടുക്കില്ല. അങ്ങനെ ഒടുവില് ഇപ്പൊ സായ് അവൾ തന്നെ തോൽവി സമ്മതിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ചപ്രത്തലയൻ, ചോപ്പൻ, കാമിനാരി അവര് 3 പേരും ചേർന്ന് വമ്പൻ ഡയലോഗൊക്കെ അടിച്ച് ഒരു പാലത്തിന് മേലേക്ക് വലിഞ്ഞു കയറും. അവര് മുകളിൽ എത്തിയ ഉടനെ ഇപ്പൊ ചപ്രത്തലേനെ ആരോ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. അത് കാണുമ്പോ ചോപ്പന് സഹിക്കില്ല. അവൻ ചാടി വീണ് ചപ്രത്തലേന് കിട്ടേണ്ട എല്ലാ അടിയും അവൻ ഇരു കൈ നീട്ടി അങ്ങനെ സ്വീകരിക്കും. ഇവന്റെ പേരാണ് സെയ്ജു. അവൻ കണ്ണു തുറപ്പിച്ച് ഇപ്പൊ ചപ്രത്തലേനെ നോക്കും. അത് കണ്ട് ചപ്രത്തലേൻ അവനെ അടിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ഉറക്കം തൂങ്ങി ആള് വീണ്ടും അനൗൺസ് ചെയ്യും ഇപ്പൊ 60 പേര് ഈ ടെസ്റ്റില് പാസ്സായിരിക്കുകയാണ്. ഇവിടെ ഇസുക്ക് പയ്യനും ടീമും അവര് മണിക്കൂറുകളായിട്ടും പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മുടെ ചെക്കൻ പറയും അവരിപ്പോ ഒരു ടീമായിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അവർക്കൊരു നേതാവുണ്ട്, അവനാണ് എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. സോ ഇവരെ എല്ലാവരെയും പരസ്പരം പിരിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തില് അവരെ തോൽപ്പിച്ച് ജയിക്കാനായിട്ട് കഴിയും. നമ്മുടെ ആൾക്കാരങ്ങനെ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുമ്പോഴേക്കും അവരുടെ ഓപ്പണൻസ് ഇപ്പൊ കറക്റ്റായിട്ട് അവരുടെ തൊട്ടടുത്തെത്തും. ഇസുക്ക് പയ്യൻ പറയും ഞാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അവരുടെ പവറും അറ്റാക്ക് സ്റ്റൈലും അത് വേണം ആദ്യം നോട്ട് ചെയ്യാൻ. കട്ട് ചെയ്താ ഇവിടെ ഈ ഒരു കിറുക്കൻ അവൻ നമ്മുടെ ചോപ്പൻ തലേനെ ചവിട്ടിക്കൂട്ടി ഒരു ബോളാക്കും. പക്ഷെ ചപ്രത്തലേന് ഒരു കൂസലുമില്ല. അവൻ വീണ്ടും എന്തൊക്കെയോ ഡയലോഗ് അടിക്കും. അതിന് ക്യാമിനാരി പറയും ദയവ് ചെയ്ത് നീ വാ തുറക്കരുത്, ഇവനെ കണ്ടാൽ തന്നെ അറിയാം ഇവൻ ടെററാണെന്ന്. പക്ഷെ അപ്പോഴേക്കും ചപ്രത്തലേൻ അവൻ ചാടി വീണ് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഇസുക്ക് പയ്യനും ടീമും അവരെല്ലാവരും ഇപ്പൊ നാനാഭാഗത്തേക്ക് ഓടി അവരുടെ ഓപ്പണൻസിനെ ഇപ്പൊ ഡൈവേർട്ട് ചെയ്യാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ കോമഡി പെണ്ണ് അവള് വീണ്ടും നമ്മുടെ മാസ്റ്ററിനെ കളിയാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ നമ്മുടെ മാസ്റ്റർ അത് മൈൻഡ് പോലും ചെയ്യാതെ ബാറ്റിൽ നോക്കിക്കൊണ്ടേയിരിക്കും. മാസ്റ്റർ പറയും എനിക്കെന്റെ സ്റ്റുഡൻസിനെ നല്ല വിശ്വാസമാണ്, അവരൊരിക്കലും എന്റെ പ്രതീക്ഷ അത് തെറ്റിക്കില്ല എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് ഗോ പൊളി.